إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാനും അതിലായിക്കൊണ്ട് തന്നെ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു പോകാനും നാം ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ദീനിയായ വിജ്ഞാനങ്ങളിൽ നിന്നും ആളുകൾ അകന്നതിൻ്റെ വലിയൊരു തിക്ത ഫലമാണ് ജനങ്ങളിൽ പലരും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ശ്രേഷ്ഠതയോടുകൂടി കൽപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത കാര്യങ്ങളിൽ വളരെയധികം അകലെ നിൽക്കുകയും എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി വെറുക്കുകയും ഉപേക്ഷിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിക്കുകയും ചെയ്ത കാര്യങ്ങളിൽ ആളുകൾ അതിനുവേണ്ടി തിരക്ക് കൂട്ടുകയും ചെയ്യുന്നത് നാം കാണേണ്ടി വരുന്നത്. സഹോദരങ്ങൾ, നിങ്ങൾ നോക്കൂ, മുസ്ലിമീങ്ങളിൽ അധിക ആളുകളും വളരെയധികം അശ്രദ്ധയിലായി കഴിയുന്ന, അവർക്കതിനെക്കുറിച്ച് കേട്ടുകളി പോലും ഇല്ലാത്ത, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ശ്രേഷ്ഠത നൽകിയിട്ടുള്ള, വലിയ മഹത്വം കൽപ്പിച്ചിട്ടുള്ള 10 ദിവസങ്ങളാണ് സഹോദരങ്ങളെ ഈ ഹിജ്രി വർഷത്തിന്റെ അവസാന മാസമായ ദിൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ആ ദിവസങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ ആ ദിവസങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൊട്ട് സത്യം ചെയ്തു പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ പ്രത്യേകിച്ചും അതിന്റെ അവസാനത്തെ ജുസ്ഉകൾ നിങ്ങൾ വായിക്കുന്ന സമയത്ത് അല്ലാഹു തആല അവന്റെ പടപ്പുകളിൽ പലതിനെയും പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുന്നത് കാണാൻ സാധിക്കും. ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ഗൗരവം ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണത്. അതുപോലെ തന്നെ അല്ലാഹു തആല സത്യം ചെയ്യാൻ അവൻ തിരഞ്ഞെടുത്തിട്ടുള്ള ആ പടപ്പുകളെല്ലാം തന്നെ അങ്ങേയറ്റം മഹത്വമുള്ളതായിരിക്കും. നോക്കൂ, സൂറത്തുൽ ഫജ്റിൽ അതിന്റെ ആദ്യത്തെ ആയത്തുകളിൽ അല്ലാഹു തആല പറയുന്നു, വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതം തന്നെയാണ് സത്യം, 10 ദിവസങ്ങൾ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസങ്ങളെ കുറിച്ച് സത്യം ചെയ്തു പറയുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞത് കാണാൻ സാധിക്കും. അൽ അശ്റുൽ ഉവൽ മിൻ ഷഹ്രി ദിൽഹിജ്ജ, ഇവിടെ പരാമർശിക്കപ്പെട്ട 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് അൽ അശ്റുൽ ഉവൽ മിൻ ഷഹ്രി ദിൽഹിജ്ജ, ദിൽഹിജ്ജയിൽ ആദ്യത്തെ 10 ദിവസങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ സൂറത്തിൽ സത്യം ചെയ്യാൻ ഉപയോഗിച്ച 10 ദിവസങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വയസ്കുറു സ്മല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമാത്ത്. ആ നിശ്ചിത ദിവസങ്ങളിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്തു കൊള്ളട്ടെ എന്ന് പറയുകയുണ്ടായി. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ്, അൽ അയ്യാമുൽ മഅലൂമാത്ത് അയ്യാമുൽ അശ്ർ. ഈ പറയുന്ന നിർണയിക്കപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് ആ 10 ദിവസങ്ങളാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസത്തെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് അഫ്ളലു അയ്യാമിദ് ദുനിയാ അയ്യാമുൽ അശ്ർ എന്നാണ്. ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നാം കൂടുതൽ അടുക്കേണ്ട ദിവസങ്ങളാണ്. പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ ഏറ്റവും അടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കേണ്ട 10 ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ നാം പരിശ്രമിക്കുന്നത്, ആ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന അമലുകൾക്ക് മറ്റേത് ദിവസങ്ങളെക്കാളും കൂടുതൽ പ്രതിഫലമുണ്ട്, കൂടുതൽ ശ്രേഷ്ഠതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അവിടുന്ന് പറയുകയാണ്, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്സാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അവിടുന്ന് പറയുകയാണ്, മറ്റേതൊരു ദിവസങ്ങളെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് ഇഷ്ടമായിട്ട് ഈ 10 ദിവസങ്ങളെ കൂടെ, ഈ 10 ദിവസങ്ങളല്ലാതെ ഇല്ല. ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. സഹാബികൾ ഇത് കേട്ടപ്പോൾ അമ്പരന്നുകൊണ്ട് തന്നെ ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക അതിനേക്കാളും ശ്രേഷ്ഠതയുള്ള അമലാണോ? അല്ല, ജിഹാദിനേക്കാളും ശ്രേഷ്ഠതയുള്ള അമലാണോ ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് പോലും ഈ ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള അമലായി മാറുകയില്ല. ഇല്ലാ റജുലുൻ ഹറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ. ഒരു വിഭാഗം ജിഹാദ് അല്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്തും ശരീരവും അർപ്പിച്ചുകൊണ്ട് ഒന്നും ബാക്കിയാക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ സമ്പത്തും ശരീരവും നൽകി അങ്ങനെ ജിഹാദ് ചെയ്ത ഒരുവനല്ലാതെ ബാക്കിയുള്ളതെല്ലാം സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ അമലിനോളം വരികയില്ല, ഈ 10 ദിവസങ്ങളിലെ ശ്രേഷ്ഠ കർമ്മങ്ങളോട് വരികയില്ല എന്നറിയിക്കുകയാണ്. സഹോദരങ്ങൾ, നമ്മൾ ചിന്തിച്ചു നോക്കണം, ഈ ഹദീസിന്റെ മഹത്വം ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്? ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലുള്ള മറ്റേത് ദിവസത്തെക്കാളുമുള്ള സൽക്കർമ്മങ്ങൾക്കുള്ള അതിനേക്കാളും പ്രതിഫലം നൽകുമെന്നാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ, ഈ ദിവസങ്ങളിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചാൽ ആ നോമ്പ്, ഈ ദിവസങ്ങളിൽ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്കകൾ നൽകിയാൽ ആ സ്വതക്കകൾ, അങ്ങനെ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ സഹോദരങ്ങളെ ഒരുവൻ ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്നുവോ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഇരട്ടി പ്രതിഫലമാണ് നൽകുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. റമളാനാകുന്ന സമയത്ത് നമ്മളൊക്കെ ആ റമളാൻ മാസത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ അരക്കെട്ട് ഉറപ്പിച്ചുകൊണ്ട് ഇബാദത്തുകൾക്ക് വേണ്ടി നമ്മൾ മാറിയിരിക്കാറുണ്ടായിരുന്നു. മസ്ജിദുകളിൽ നമ്മൾ നിരന്തരമായി മസ്ജിദുകളിൽ ആവശ്യങ്ങളെല്ലാം കഴിയുന്ന സമയത്ത് വീണ്ടും മസ്ജിദുകളിലേക്ക് വന്ന് ആളുകൾ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. സാധിക്കുന്ന പോലെയുള്ള സൽക്കർമ്മങ്ങൾ, സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ജനങ്ങളിൽ പലരും സഹോദരങ്ങളെ ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളെ തൊട്ട് അശ്രദ്ധരായി പോയിരിക്കുകയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കൽപ്പിച്ചിട്ടുള്ള, അതിന് നൽകിയിട്ടുള്ള ശ്രേഷ്ഠതകൾ എത്രയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാം മനസ്സിലാക്കി. മറ്റേതു ദിവസത്തിലും ഇല്ലാത്ത പോലെ ഈ ദിവസങ്ങൾക്ക് ശ്രേഷ്ഠതയുണ്ട് എന്നറിയിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10 ദിവസങ്ങൾക്ക് ഇത്രയധികം ശ്രേഷ്ഠത നൽകിയത് എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞത് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുകയാണ്, ഈ ദിവസങ്ങളിൽ ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവനും കർമ്മങ്ങളും ഒരുമിക്കുന്നു എന്നതിനാലാണത് എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അഥവാ ഒരുവൻ നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, സകാത്ത് കൊടുക്കുന്നു, ഹജ്ജ് കർമ്മവും ചെയ്യുന്നു, ഈ 10 ദിവസങ്ങളിൽ ഇതുപോലെ എല്ലാ അമലുകളും സമ്മേളിച്ചു വരുന്ന
ഒരുമിച്ച് വരുന്ന ദിവസങ്ങൾ ദുനിയാവിൽ മറ്റൊന്നും തന്നെയില്ല. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ അനുഷ്ഠിച്ചു പോരുന്ന ദീൻ അത് പൂർത്തീകരിച്ചത് ഈ 10 ദിവസങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളിൽ ഒന്നായ യൗമു അറഫയിലാണ്. ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ പൂർത്തീകരിച്ചുകൊണ്ട് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് സൂറത്തുൽ മാഇദയിൽ ആയത്ത് അവതരിപ്പിച്ചത്. അതാ ഈ ദിവസത്തിൽ നിങ്ങൾക്കിതാ നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ദിവസങ്ങളുടെ കൂട്ടത്തിൽ, ദുനിയാവിലെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസമായി പറഞ്ഞത് അത് യൗമുൻ നഹ്റാൻ, ദുൽഹിജ്ജ 10 ബലി നടത്തുന്ന യൗമുൻ നഹ്റാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. ഇനി സഹോദരങ്ങൾ, നമ്മൾ ചിന്തിച്ചു നോക്കുക, നാം എങ്ങനെയാണ് ഈ ദിവസങ്ങളെ സമീപിക്കാറുള്ളത്? മറ്റു ദിവസങ്ങളെ പോലെ, മറ്റു മാസങ്ങളെ പോലെയാണോ നാം സമീപിക്കാറുള്ളത്? നാം ഒന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വർഷം, നമ്മുടെ ഇത്രയും ആയുഷ്കാലത്തിൽ ഏതെങ്കിലും ഒരു വർഷം ഈ 10 ദിവസങ്ങളെ വേണ്ടതുപോലെ ബഹുമാനിക്കാൻ, വേണ്ടതുപോലെ അതിനാദരിക്കാൻ, ആ ദിവസങ്ങളെ പ്രത്യേകമായി പരിഗണിച്ച് അള്ളാഹുവിനുള്ള ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ നാം ഈ കാലം അത്രയും നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഇതാ നമ്മുടെ മുൻഗാമികൾ ഈ ദിവസങ്ങളിൽ അങ്ങേയറ്റം പരിശ്രമിച്ച് ഈ ദിവസങ്ങളെ ആദരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. കഠിനമായ ഇബാദത്തുകൾ നടത്തിക്കൊണ്ട് അവർ ഈ ദിവസങ്ങളെ അതിനെ മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. ഇതാ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുള്ളയെ കുറിച്ച് പറയപ്പെടുകയാണ്, ഇദാ ദഖലത് അയ്യാമുൽ അശർ, ഈ 10 ദിവസങ്ങൾ അതിലേക്ക് അദ്ദേഹം പ്രവേശിച്ചാൽ ഇജ്തിഹാദൻ ശദീദ, അദ്ദേഹം ശക്തമായി കഠിനമായി പ്രയത്നിക്കുമായിരുന്നു. ഹത്താ മാ യഖദു യഖ്ദിറു അലൈഹി, അദ്ദേഹത്തിന് ഇനിയൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് തോന്നുമാറ് സഹോദരങ്ങളെ അവർ പരിശ്രമിക്കുകയാണ്. സ്വഹാബികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, മുൻഗാമികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ അവർ അങ്ങേയറ്റം ഇബാദത്തുകളിൽ പരിശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ പോലും നാം എത്രയാണ് ചെയ്യുന്നത്? നമുക്ക് കഴിയുന്ന നിർബന്ധ കാര്യങ്ങളിൽ പോലും സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ നാം എത്രയാണ് അതിനുവേണ്ടി പരിശ്രമിക്കാറുള്ളത്? നമ്മുടെ ജാഗ്രത എത്രമാത്രമുണ്ട്, നമ്മുടെ പരിശ്രമങ്ങൾ എത്രമാത്രമുണ്ട്, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഇതുപോലെ ഒരു അവസരം സഹോദരങ്ങളെ ഇനി ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരുമോ ഇല്ലേ എന്ന് നമുക്ക് ഒരിക്കലും അറിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷെ ഈ 10 ദിവസങ്ങൾ, ഇത്രയും ശ്രേഷ്ഠതയുള്ള 10 ദിവസങ്ങൾ ഒരുപക്ഷെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരിക്കലും എന്നെ നൽകിയെന്ന് വരികയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് നിമിഷവും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് യാത്രയാകേണ്ട, മരണപ്പെട്ടുകൊണ്ട് അമലുകൾ ചെയ്യാനില്ലാത്ത ലോകത്തിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന ബോധ്യത്തോടുകൂടി സഹോദരങ്ങളെ, അങ്ങനെയുള്ള ബോധ്യത്തോടുകൂടി ഈ 10 ദിവസങ്ങളെ നാം പരിഗണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നന്നായി സൂക്ഷിക്കണം. അല്ലാഹു കൽപ്പിക്കുന്നത് നിങ്ങൾ പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ ഗൗരവത്തോടു കൂടി മാറി നിൽക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളത്തേക്ക് വേണ്ടി, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്തുന്ന ലോകത്തേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ഓരോരുത്തരും ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും നോക്കുക. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു പറയുന്നു, വലാ തകൂനു കല്ലദീന നസുല്ലാഹ് ഫഅൻസാഹും അൻഫുസഹും, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗത്തെ പോലെ നിങ്ങൾ ആയി പോകാൻ പാടില്ല. അങ്ങനെ അല്ലാഹുവിനെ മറന്നാൽ അതിന്റെ ശിക്ഷ എന്നോണം അല്ലാഹു അവരുടെ കാര്യത്തെക്കുറിച്ച് തന്നെ മറപ്പിക്കുന്നതാണ്. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അക്കൂട്ടരാണ് അധർമ്മകാരികൾ, തെമ്മാടികൾ അക്കൂട്ടരാണ് എന്ന് അല്ലാഹു തആല പറയുകയാണ്. ലാ യസ്തവി അസ്ഹാബുൻ നാരി അസ്ഹാബുൽ ജന്ന, സ്വർഗ്ഗക്കാരും നരകക്കാരും ഒരുപോലെയാവുകയില്ല. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ, സ്വർഗ്ഗക്കാർ മാത്രമാണ് സഹോദരങ്ങളെ വിജയിക്കുന്നവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള പുണ്യകരമായ ദിവസങ്ങൾ നമ്മളിലേക്ക് കയറി വരുന്ന സമയത്ത്, നമ്മളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് യഖീനോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വാഗ്ദാനം
ദൃഢവിശ്വാസത്തോടുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇതിന് ഈ പറയുന്ന ശ്രേഷ്ഠതയുണ്ട്, ഈ പറയുന്ന ശ്രേഷ്ഠത ഇതിനുണ്ട്, ഈ ചെയ്യുന്ന അമലുകൾക്ക് അതിനെ മറ്റേതു ദിവസത്തെക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന യഖീനോടുകൂടി ദൃഢവിശ്വാസത്തോടുകൂടി കഠിന പരിശ്രമം നടത്താൻ ഞാനും നിങ്ങളും നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള 10 ദിവസങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. ഈ 10 ദിവസങ്ങളിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക? നാം കൃത്യമായ പ്ലാനിങ്ങുകൾ അതിനുവേണ്ടി നടത്തേണ്ടതുണ്ട്. ബുദ്ധിയുള്ള ആളുകളുടെ ലക്ഷണമാണ് അത്തരത്തിലുള്ള നന്മകൾ അവളിലേക്ക് കടന്നു വരുന്ന സമയത്ത് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നേരത്തെ കൂട്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ദിവസങ്ങളിൽ എങ്ങനെയാണ് മുസ്ലിമീങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് വളരെ കൃത്യമായി വിശദീകരിച്ചു നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, നാം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ അത് വളരെ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. അതിനേക്കാളും ശ്രേഷ്ഠതയുള്ള മറ്റൊന്നുമില്ല. ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന, അല്ലാഹു തആല സംസാരിക്കുകയാണ്, മാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഫ്ളലു മിൻ അദാഇ മഫ്തറൽതു അലൈഹി. ഒരടിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫർളാക്കിയ കാര്യങ്ങൾ, നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അല്ലാതെ എന്നിലേക്ക് അവന് കൂടുതൽ അടുക്കാൻ സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ 5 നേരത്തെ നിസ്കാരങ്ങൾ അത് കൃത്യമായി, പുരുഷന്മാരാണെങ്കിൽ ബാങ്ക് കേൾക്കുന്നിടത്ത് വന്ന് മസ്ജിദുകളിൽ വന്ന് എത്രയും പെട്ടെന്ന് വളരെ നന്നായി ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ സഹോദരങ്ങളെ ശ്രമിക്കേണ്ടതുണ്ട്. ആ ജമാഅത്ത് നിസ്കാരത്തിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ മസ്ജിദുകളിലേക്ക് പുറപ്പെട്ടുകൊണ്ട് സുന്നത്തുകളും മറ്റും നിസ്കരിച്ച് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും സമയങ്ങളിൽ ദുആ ചെയ്തുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് സഹോദരങ്ങളെ നാം ആ സമയങ്ങൾ വളരെ കൃത്യമായി നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമുക്ക് റമളാൻ മാസത്തിലെ നോമ്പോ മറ്റോ പൂർത്തിയാക്കാൻ ബാക്കിയുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ഈ സമയം ഉപയോഗപ്പെടുത്തിക്കൊള്ളട്ടെ. ഈ സമയത്ത് അവർ റമളാൻ മാസത്തിലുള്ള ഖളാ നോമ്പുകൾ ഉപയോഗപ്പെടുത്തിക്കൊള്ളട്ടെ. അതുപോലെ സക്കാത്ത് നൽകേണ്ട ആളുകളുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അവർ സക്കാത്ത് ഈ മാസത്തിൽ നൽകേണ്ടവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ 10 ദിവസങ്ങളിൽ തന്നെ അവർ നൽകുകയാണെങ്കിൽ ഏറ്റവും ഇബാദത്തുകൾക്ക് ഏറ്റവും പുണ്യമുള്ള ഈ ദിവസങ്ങളിൽ അവർക്ക് നൽകാൻ സാധിക്കും. അതുപോലെ സഹോദരങ്ങളെ, കുടുംബബന്ധവും മാതാപിതാക്കളോടുള്ള ബന്ധവും അയൽവാസികളോടുള്ള ബന്ധവും അങ്ങനെയുള്ള ബന്ധങ്ങൾ മുസ്ലിമീങ്ങളുമായി അകൽച്ചയിൽ കഴിയുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തൗബ ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിലേക്ക് മടങ്ങേണ്ട സമയമാണിത്. സഹോദരങ്ങളെ, ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നിർബന്ധമായ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടതുണ്ട്. സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള നിർബന്ധമായ കാര്യങ്ങളിലുള്ള വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് നാം ആദ്യം കൃത്യമായി പരിഹരിക്കേണ്ടതുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, തിന്മകളെ തൊട്ട് നാം കരുതിയിരിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ വന്നു പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ആത്മാർത്ഥമായി തൗബ ചെയ്യേണ്ട, അതിനുവേണ്ടി പ്രത്യേകം സമയം കാണേണ്ട ദിവസങ്ങളാണിത്. അല്ലാഹു തആല വർഷം മുഴുവൻ അല്ലാഹുവിനെ ധിക്കരിക്കുന്നത് വലിയ പാപമായിട്ട് തന്നെയാണ്. ഹറാമായ കാര്യങ്ങളെല്ലാം കടുത്ത രീതിയിൽ തന്നെയാണ് അല്ലാഹു തആല പരിഗണിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പ്രത്യേകമായ ദിവസങ്ങളിൽ, പുണ്യങ്ങൾക്ക് കൂടുതൽ പ്രതിഫലമുള്ള ദിവസങ്ങളിൽ, അല്ലാഹു പവിത്രത നൽകിയ ദിവസങ്ങളിൽ തിന്മകൾ ചെയ്യുന്നതിനെ അല്ലാഹു തആല കൂടുതൽ വെറുക്കുകയും അതിന് കൂടുതൽ ശിക്ഷ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആത്മാർത്ഥമായ തൗബ നമ്മളിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. ആത്മാർത്ഥമായ തൗബ നമ്മളിൽ നിന്നുണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ കൂടുതൽ പരിശ്രമിക്കുക, കൂടുതൽ അടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അതുപോലെ സഹോദരങ്ങളെ, നിർബന്ധമായ കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സുന്നത്തായ കാര്യങ്ങൾ നാം കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട മാസമാണിത്. നോക്കൂ, ഈ 10 ദിവസങ്ങളിൽ അതിന്റെ ആദ്യത്തെ 9 ദിവസങ്ങളിലും സുന്നത്ത് നോൽക്കുക എന്നുള്ളത് വളരെയധികം പ്രതിഫലാർഹമായ കാര്യമാണ്.
കാരണം ഈ ദിവസങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ ദുനിയാവിന്റെ ദിവസങ്ങളിൽ ഈ 10 ദിവസങ്ങളെക്കാൾ അമലുകൾക്ക് കൂടുതൽ പ്രതിഫലമുള്ള, അള്ളാഹുവിന് കൂടുതൽ പ്രിയങ്കരമായിട്ടുള്ള ദിവസങ്ങൾ മറ്റൊന്നുമില്ല എന്നുള്ളതാണ്. അതിന്റെ 10ാമത്തെ ദിവസം നമുക്കറിയുന്നത് പോലെ തന്നെ പെരുന്നാൾ ദിവസമാണ്, നോമ്പെടുക്കൽ ഹറാമായ ദിവസമാണ്. ബാക്കിയുള്ള 9 ദിവസങ്ങൾ സഹോദരങ്ങളെ നാം നന്നായി പരിശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 9 ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ ആ ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പണ്ഡിതന്മാരിൽ ചിലർ അത് ദുർബലതയുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റു ചിലർ അത് ഹസനായ സ്വഹീഹായ ഹദീസുകളിലാണ് പെടുക എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ദുർബലമാണെങ്കിൽ കൂടി അമലുകൾക്ക് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് ഈ 10 ദിവസങ്ങൾ എന്നൊരൊറ്റ ഹദീസ് തന്നെ മതി ഈ ദിവസങ്ങളിൽ നോമ്പെന്ന ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമലുകൾ വർദ്ധിപ്പിക്കാൻ എന്ന് മഹാന്മാരെ പണ്ഡിതന്മാർ സഹോദരങ്ങൾ നമ്മൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത് നാം മനസ്സിൽ വെക്കുക. വിശിഷ്യ സഹോദരങ്ങളെ, ഈ 9 ദിവസങ്ങൾ അത് പൂർണ്ണമായി നമുക്ക് നോൽക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സാധിക്കുന്നത്ര നമ്മൾ നോമ്പെടുക്കുക. ഒരാൾക്ക് തിങ്കളും വ്യാഴവും ഈ 10 ദിവസങ്ങളിലെ തിങ്കളും വ്യാഴവും ഒരാൾക്ക് നോമ്പെടുക്കാൻ സാധിക്കുമെങ്കിൽ അവൻ അങ്ങനെ എടുക്കട്ടെ. ഇനി ഒരാൾക്ക് ഒരു ദിവസം ഇടവിട്ടെടുക്കാൻ സാധിക്കുമെങ്കിൽ അവൻ അങ്ങനെ എടുക്കട്ടെ. സഹോദരങ്ങൾ, ഇതിനൊന്നും സാധിക്കാത്തവരുണ്ടെങ്കിൽ അവർ ഒരിക്കലും ഈ 10 ദിവസങ്ങളിലെ 9ാമത്തെ ദിവസമായ അറഫ ദിവസം, ആ ദുൽഹിജ്ജയുടെ 9-ന് നോമ്പ് നോക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിട്ടു നിൽക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തെ നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഇതിനെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത് അല്ലാഹു തആല കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ ചെറുപാപങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നും അല്ലാഹു തആല രക്ഷ നൽകും, അല്ലാഹു തആല അത് പുറത്തു നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നോമ്പെടുക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകളിൽ വളരെയധികം ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുള്ള ഒരു അമലാണ് അള്ളാഹുവിന് വേണ്ടി ഒരാൾ നോമ്പെടുക്കുക എന്നുള്ളത്. അള്ളാഹു തആല നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി, നോമ്പെന്ന് പറയുന്നത് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചത് എല്ലാ അമലുകളും അള്ളാഹു തആലക്കുള്ളത് തന്നെയാണ്. പക്ഷെ നോമ്പിനെ കുറിച്ച് അല്ലാഹു തആല അങ്ങനെ പറയാനുള്ള കാര്യം, നോമ്പിലുള്ള ഇഖ്ലാസ് വളരെയധികം കൂടുതലാണ്. നീ ഒരാൾ നോമ്പെടുത്താലും ഇല്ലെങ്കിലും പുറത്തുനിന്ന് നോൽക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇഖ്ലാസിന്റെ അംശം ആളുകളെ കാണിക്കാതെ ചെയ്യാൻ ഏറെ സാധിക്കുന്ന ഒരു അമലാണ് നോമ്പെന്നുള്ളത്. അതിന് അല്ലാഹു തആല പ്രത്യേകമായ പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോമ്പുകാർക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ പ്രത്യേകം റയ്യാൻ എന്ന കവാടം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു തആല സന്തോഷം അല്ലാഹു തആല വാഗ്ദാനം അറിയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ ഇദ്ല ലഹ്, നീ നോമ്പെടുക്കുക, അതിനോളം പകരം വെക്കാൻ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, മൻ സാമ സൗമൻ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ, ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖത്തെ 70 വർഷം വഴിദൂരം നരകത്തിൽ നിന്നും അകറ്റിക്കളയുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നോമ്പെന്ന് പറയുന്നത് നമുക്ക് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുന്ന ഒരു പരിചയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ, തഖ്വ വർദ്ധിപ്പിക്കാൻ സഹോദരങ്ങളെ നോമ്പ് കൊണ്ട് സാധിക്കും. അതുകൊണ്ട് സാധിക്കുന്ന ആളുകൾ ഈ 9 ദിവസവും നോമ്പനുഷ്ഠിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ 9 ദിവസവും നോമ്പനുഷ്ഠിക്കുക. അതുപോലെ സഹോദരങ്ങളെ, ഖുർആൻ പാരായണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസവും എല്ലാ ദിവസവും അവന്റെ ഖുർആൻ പാരായണം നിർവഹിക്കേണ്ട കാര്യമാണ്. പക്ഷേ പുണ്യങ്ങൾക്ക് കൂടുതൽ പ്രതിഫലമുള്ള ദിവസങ്ങളിൽ അത് കൂടുതൽ വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ 10 ദിവസങ്ങളിൽ സഹോദരങ്ങളെ സാധിക്കുന്ന എത്ര നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുക, 1 2 ഖത്മൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും നമ്മൾ പരിശ്രമിക്കുക. ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ സഹോദരങ്ങളെ, അത് മസ്ജിദിലാകട്ടെ, വീട്ടിലാകട്ടെ, മറ്റേത് സ്ഥലമാകട്ടെ, ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പാവങ്ങളെയും മറ്റും സഹായിക്കുന്ന സദഖകൾ, അതുപോലെയുള്ള സുന്നത്തായിട്ടുള്ള ഏതെല്ലാം സഹായിക്കുന്ന കാര്യങ്ങളിലെല്ലാം സഹോദരങ്ങളെ നാം മുന്നിട്ടിറങ്ങുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അതുപോലെ സഹോദരങ്ങളെ, സുന്നത്തായ നിസ്കാരങ്ങൾ, ദുഹാ നിസ്കാരങ്ങൾ, രാത്രി നിസ്കാരങ്ങൾ, മസ്ജിദിൽ കയറിയാലുള്ള തഹിയ്യത്ത് നിസ്കാരങ്ങൾ, അങ്ങനെയുള്ള സഹോദരങ്ങളെ സുന്നത്തായ നിസ്കാരങ്ങളെല്ലാം വളരെ കൃത്യമായി നിർവഹിക്കാൻ
നാം പരിശ്രമിക്കുക. അതുപോലെ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി ഉള്ളൊരു ഇബാദത്താണ് തക്ബീറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. തക്ബീറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഈ ദിവസത്തിൽ പ്രത്യേകമായി ചെയ്യേണ്ട കാര്യമാണ്. ദുൽഹിജ്ജ അതൊന്ന് പുലർന്നത് മുതൽ ദുൽഹിജ്ജയുടെ 13 വരെ സഹോദരങ്ങളെ, രാവും പകലും പ്രത്യേകം സമയം നിശ്ചയിക്കാതെ തക്ബീറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞത് വയദ്കുറു സ്മല്ലാഹി ഫി അയ്യാമി മഅലൂമാത്ത്, ഈ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊള്ളട്ടെ എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തക്ബീറുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന രൂപത്തിലുള്ള തക്ബീറുകൾ. ഇനി ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നുള്ള വാക്കുകൾ തന്നെ സഹോദരങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ തഹ്ലീലുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, തഹ്മീദുകൾ, അൽഹംദുലില്ലാ, തസ്ബീഹുകൾ, സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള ദിക്റുകളെല്ലാം തന്നെ സഹോദരങ്ങളെ നാം ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഈ ദിവസങ്ങളിൽ ഒരു സമയവും പാഴാക്കാതെ ദിക്റുകൾ നമ്മൾ നന്നായി വർദ്ധിപ്പിക്കുക. ഇനി ഈ ദിവസങ്ങളിൽ തക്ബീറുകൾ പ്രത്യേകമായതുണ്ട്. ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസം സഹോദരങ്ങളെ, അന്ന് ഫജ്ർ മുതൽ ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസം ഫജ്ർ മുതൽ ദുൽഹിജ്ജയുടെ 13ാമത്തെ ദിവസം അയ്യാമു തശ്രീഖിലെ അവസാനത്തെ ദിവസം അസ്ർ വരെ നിസ്കാരശേഷം, നിർബന്ധ നിസ്കാരശേഷം തക്ബീറുകൾ ചൊല്ലുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. നിസ്കാരം കഴിഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹ് 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 അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞതിന് ശേഷം തക്ബീറുകൾ വർദ്ധിപ്പിക്കുക. ഇതൊരാൾ ചൊല്ലിക്കൊണ്ട് എല്ലാവരും കൂട്ടത്തോടെ ചൊല്ലുന്ന അങ്ങനെയുള്ള രീതി ആവശ്യമില്ല. മറിച്ച് ഓരോരുത്തരും തക്ബീറുകൾ വർദ്ധിപ്പിക്കുക. ഇത് പ്രത്യേകമായി വന്നിട്ടുള്ള തക്ബീറുകളാണ് സഹോദരങ്ങളെ. മഹാന്മാരായ സ്വഹാബികൾ ഈ ദിവസങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും തക്ബീറുകൾ വർദ്ധിപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ്. അങ്ങാടികളിലേക്ക് എത്തിയാൽ പോലും അവർ തക്ബീറുകൾ ചൊല്ലുകയും ആളുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ തക്ബീറുകൾ ചൊല്ലിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. കാന ഇബ്നു ഉമർ വ അബൂ ഹുറൈറ, ഇബ്നു ഉമറും അബൂ ഹുറൈറയും യഖ്റുജാനി ഇല സൂഖി ഫി അയ്യാമിൽ അശ്ർ, അവർ ഈ 10 ദിവസങ്ങളായാൽ അങ്ങാടിയിലേക്ക് ഇറങ്ങും. യുകബ്ബിറാനി, അവർ തക്ബീറുകൾ ചൊല്ലും. വയുകബ്ബിറുൻ നാസു ബിതക്ബീരിഹിമ, അവരുടെ തക്ബീർ കേട്ട് ആളുകളും തക്ബീർ ചൊല്ലി തുടങ്ങും. അതുപോലെ തന്നെ മൈമൂൻ ഇബ്നു മെഹ്റാൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അദ്റക്തുൻ നാസ്, ഞാൻ സഹാബികളെ കണ്ടിട്ടുണ്ട്, വ ഇന്നഹും ലയുകബ്ബിറൂന ഫിൽ അശ്ർ, അവരിതാ 10 ദിവസങ്ങളിൽ തക്ബീർ ചൊല്ലുന്നവരാണ്. ഹത്താ കുന്തു ഉശബ്ബിഹു ബിൽ അംവാജ് മിൻ കസ്റതിഹാ, അവരുടെ തക്ബീറുകളെ എനിക്ക് ഉപമിക്കാനുള്ളത് കടലിലെ തിരയെ പോലെയാണ്. അതുപോലെ ഇങ്ങനെ തക്ബീറിന്റെ ധ്വനികൾ എനിക്ക് കേൾക്കുമായിരുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികൾ അങ്ങനെയാണ് ഈ ദിവസങ്ങളെ കണ്ടിരുന്നത്. അതുകൊണ്ട് സാധിക്കുന്ന എത്ര നന്മകൾ വർദ്ധിപ്പിക്കാൻ നാം ശ്രമിക്കുക. നോമ്പുകൾ അനുഷ്ഠിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, സാധിക്കുന്ന പോലെ കുറഞ്ഞ അളവിലെങ്കിലും സ്വതക്കകൾ കൊടുക്കാൻ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൃത്യമായി അവൻ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തിന്മകൾ അള്ളാഹു അവന്റെ മഹത്തായ ഔദാര്യം കാരണത്താൽ പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഫിലിസ്തീനിലെ സഹോദരങ്ങൾക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. അള്ളാഹു തആല അവരിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് ശുഹദാക്കളുടെ പദവി നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഹോസ്പിറ്റലുകളിലും വീടുകളിലുമൊക്കെയായി പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.